ഹലോ, വെൽക്കം ടു മാത് വിന്നർ. സെം 1-ന്റെ 13ാമത്തെ പാർട്ട് നോക്കാം. ഗോഷ്യൻ എലിമിനേഷൻ. ഗോഷ്യൻ എലിമിനേഷൻ വഴി ഒരു മെട്രിക്സിൻ്റെ റോ എക്കലോൺ ഫോമും റിഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് റോ എക്കലോൺ ഫോം ആൻഡ് റിഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം? ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന് പ്രോപ്പർട്ടീസ് ഉണ്ട്. റോ എക്കലോൺ ഫോമിനും റിഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിനും പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 4 പ്രോപ്പർട്ടീസ് എഴുതിയിട്ടുണ്ട്. ഇവിടെ 3ഉം അടുത്ത ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്ത് എഴുതുന്ന മെട്രിക്സിനാണ് റോ എക്കലോൺ ഫോം ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. കണ്ട, ഈ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്ത് എഴുതുന്ന മെട്രിക്സ് ആണ് റോ എക്കലോൺ ഫോം. ഓക്കെ, ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. ഈ 3 പ്രോപ്പർട്ടിയും കണ്ടോ, അടുത്ത 4ാമത്തെ ഈ പ്രോപ്പർട്ടിയും കൂടി വെച്ച് എഴുതുന്ന ഈ ആദ്യത്തെ 4 പ്രോപ്പർട്ടീസ്, ഈ 4 പ്രോപ്പർട്ടീസ് വെച്ച് എഴുതുന്ന മെട്രിക്സിനെയാണ് റിഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്ത് എഴുതുന്ന മെട്രിക്സ് ഏത് മെട്രിക്സ് ആണ്? റോ എക്കലോൺ ഫോം. ഇനി 4 പ്രോപ്പർട്ടീസ്, ആ മൊത്തം പ്രോപ്പർട്ടീസ്, ആ 4 പ്രോപ്പർട്ടീസ് വെച്ച് എഴുതുന്ന മെട്രിക്സ് ഏതാണ്? അപ്പം റിഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം. 3 പ്രോപ്പർട്ടീസ് റോ എക്കലോൺ ഫോം, 4 പ്രോപ്പർട്ടീസ് വരുന്നത് റിഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഞാനൊന്ന് വായിക്കാം. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? കുറച്ചും കൂടി ക്ലിയർ ആകും. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി, if a row does not consist entirely of zeros, then the first non-zero number in the row is a 1. We call this is a leading one. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കുക. നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് എക്സാമ്പിൾസ് നോക്കുമ്പം ഈ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും? ഒന്നുകൂടി ക്ലിയർ ആകും. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇഫ് there are any rows that consist entirely of zeros, then they are grouped together at the bottom of the matrix. ഓക്കെ, അടുത്ത 3ാമത്തെ പ്രോപ്പർട്ടി വരുന്നത്, ഇൻ എനി 2 successive rows that do not consist entirely of zeros, the leading one in the lower row occurs further to the right than the leading one in the higher row. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ എഴുതുന്ന മെട്രിക്സ് ആണ് റോ എക്കലോൺ ഫോം. ഇനി അടുത്ത 4ാമത്തെ പ്രോപ്പർട്ടി നോക്കാം. ഒന്ന് വായിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം മനസ്സിലാവുന്ന രീതിയിൽ നോക്കുക. ബാക്കി നമുക്ക് എന്ത് എക്സാമ്പിൾസ് ചെയ്യുമ്പം ഇത് ക്ലിയർ ആകും. ഈച്ച് കോളം ദാറ്റ് കണ്ടെയ്ൻസ് എ ലീഡിങ് വൺ ഹാസ് സീറോസ് എവരിവെയർ എൽസ് ഇൻ ദാറ്റ് കോളം. ഇതാണ് 4ാമത്തെ പ്രോപ്പർട്ടി. അപ്പോൾ ഈ ആദ്യത്തെ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ എഴുതുന്ന മെട്രിക്സ് ആണ് റിഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം. ഓക്കെ, കണ്ട, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ മെട്രിക്സ് ദാറ്റ് ഹാസ് ദ ഫസ്റ്റ് 3 പ്രോപ്പർട്ടീസ് ഈസ് സെറ്റ് ടു ബി ഇൻ റോ എക്കലോൺ ഫോം. ഫസ്റ്റ് 3 പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അതെന്താണ്? റോ എക്കലോൺ ഫോമിലുള്ള മെട്രിക്സ് ആണ്. ഇനി അടുത്ത, എ മെട്രിക്സ് ദാറ്റ് ഫോളോസ് ദി 4 പ്രോപ്പർട്ടീസ്, ആ 4 പ്രോപ്പർട്ടീസ് ആ മെട്രിക്സിനുണ്ടെങ്കിൽ അത് ഏത് ഫോമിലാണ്? റിഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഈ മെട്രിക്സിന്റെ റോ എക്കലോൺ ഫോമും റിഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമും നോക്കാം. ഓക്കെ, ഈ മെട്രിക്സ് നോക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഒരു സിമ്പിൾ ആയിട്ടൊരു മെട്രിക്സ് നോക്കാം. ഓക്കെ, നോക്കിയേ, ഫൈൻഡ് റോ എക്കലോൺ ആൻഡ് റിഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ഓഫ് ദി മെട്രിക്സ്. ഓക്കെ, ഈ മെട്രിക്സിന്റെ റോ എക്കലോണും റിഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമും കണ്ടുപിടിക്കാം. അപ്പം റോ എക്കലോൺ ആണെങ്കിൽ എന്താണ്? നമ്മൾ നേരത്തെ നോക്കി ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ് വരണം. റിഡ്യൂസ്ഡ് റോ എക്കലോൺ ആണെങ്കിൽ 4 പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് നമുക്ക് ഈ മെട്രിക്സിന്റെ റോ എക്കലോൺ ഫോം എഴുതാം. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? നമ്മൾ ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്ത് ഈ മെട്രിക്സിനെ ഒന്ന് മാറ്റി എഴുതാൻ പോകുകയാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ റോ എക്കലോൺ ഫോം ആണ് എഴുതുന്നത്. റോ എക്കലോൺ ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്ത് ഈ മെട്രിക്സിനെ ഒന്ന് മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത്
ഇവിടെ ഫസ്റ്റ് റോ നോക്കിയേ, 1 2 3 4. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് റോ. ഓക്കെ, ഫസ്റ്റ് റോ. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് നോക്കുക. നോക്കിയേ, 1 അല്ലേ? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1 ആണ്. അപ്പം നമുക്ക് ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഇവിടെ ഓക്കെ ആണ്. എന്താണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി വരുന്നത്? നമ്മുടെ ഫസ്റ്റ് റോയിലെ ആ പ്രോപ്പർട്ടി എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പ്രോപ്പർട്ടി നിങ്ങൾ അതുപോലെ മനസ്സിലാക്കണ്ട. ആ പ്രോപ്പർട്ടി വെച്ച് എഴുതുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വരുന്നത്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് നമ്മൾ 1 ആക്കണം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1 ആക്കണം. ഇവിടെ ഓൾറെഡി തന്നിരിക്കുന്ന മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റ് എന്താണ്? 1 ആണ്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1 ആണ്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത നോക്കേണ്ടത്, ഓക്കെ അടുത്ത ഇവിടെ നോക്കിയേ, ഇവിടെ 0 0 0 0 അല്ല, രണ്ടാമത്തെ റോ നമ്മൾ നോക്കിയപ്പോൾ എന്താണ്? അവിടുത്തെ എല്ലാ എലമെന്റ്സും 0 ആണ്. അവിടുത്തെ എല്ലാ എലമെന്റ്സും 0 ആണ്. രണ്ടാമത്തെ റോയിലെ എല്ലാ എലമെന്റ്സും 0 ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ട, ഈ റോയിന് എന്ത് ചെയ്യണം? ആ മെട്രിക്സിന്റെ ഏറ്റവും താഴെ എഴുതണം. ആ മെട്രിക്സിന്റെ താഴെ എഴുതണം. കണ്ട, രണ്ടാമത്തെ റോയിലെ എല്ലാ എലമെന്റും 0 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് ഈ റോയിനെ ലാസ്റ്റ് റോ ആക്കണം. കണ്ട കണ്ട, ഈ റോ കണ്ട, ഈ റോയിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. കണ്ട, ഈ റോയിനെ ഇങ്ങോട്ടും കൊണ്ടുവരണം. സിംപ്ലി R2നെയും R3യെയും ഇന്റർചേഞ്ച് ചെയ്യണം. നമ്മൾ എലമെന്ററി റോ ഓപ്പറേഷൻ പഠിച്ചതാണല്ലേ? രണ്ട് റോകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ചെയ്യാൻ പോണോ നോക്കിയേ, R2 ഇന്റർചേഞ്ചസ് R3. R2നെയും R3യെയും ഇന്റർചേഞ്ച് ചെയ്യണം. എന്തിനാ നമ്മൾ ചെയ്തത്? ഇവിടെ രണ്ടാമത്തെ റോയിൽ എല്ലാ എലമെന്റും 0 ആണ്. അപ്പൊ അത് രണ്ടാമത്തെ റോയിൽ നിൽക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? ഏറ്റവും അവസാനത്തെ റോയിൽ വരണം. അതുകൊണ്ടാണ് നമ്മൾ R2നെയും R3യെയും ഇന്റർചേഞ്ച് ചെയ്തത്. അപ്പൊ നമുക്ക് മെട്രിക്സ് എഴുതാം. മെട്രിക്സ് 1 2 3 4. കണ്ട, ഈ 0 0 0 എവിടെ വന്ന്? ലാസ്റ്റ് റോ ആയി മാറി, R3 ആയി മാറി. ഇവിടെ 0 1 3 4. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ടത് ഫസ്റ്റ് കോളം നോക്കുക. ഫസ്റ്റ് കോളം ഇതല്ലേ? 1 0 0. ഇതല്ലേ ഫസ്റ്റ് കോളം? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എന്താണ്? 1 ആണ്. നോക്കിയാൽ അത് നമ്മൾ ഓൾറെഡി ആദ്യമേ 1 എന്നുള്ള കേസ് നമ്മൾ പറഞ്ഞതാണ്. ഇനി 1ന്റെ താഴെയുള്ള എലമെന്റ്സ് നോക്കിയാൽ താഴെയുള്ള എലമെന്റ്സ് 0 0. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് കോളം എടുക്കുക. അതിലെ ഫസ്റ്റ് എലമെന്റ് 1 ആയിരിക്കണം. അതിന് താഴെയുള്ള എല്ലാ എലമെന്റ്സും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതാണ് കണ്ടീഷൻ. ഇവിടെ എന്താണ്? 0 ആണ്. ഇവിടെ എന്താണ്? 0 ആണ്. അപ്പൊ മാറ്റമൊന്നും വരുത്തണ്ട. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ 1 വന്ന് ഇവിടെ 1 കണ്ട, അപ്പൊ ഇവിടെ എന്തായിരിക്കണം? 1 വരണം. ഇവിടെ 1 ആയതുകൊണ്ട് ഇവിടെ 1, ഇവിടെയും 1 വരണം. കണ്ട, ഇവിടെ ഓൾറെഡി എന്താ? ഇപ്പൊ 1 വന്ന്, ഇവിടെ ഓൾറെഡി 1 വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ 1 വന്നാൽ അതിൻ്റെ താഴെ 0 ആയിരിക്കണം. കണ്ട, ഇവിടെ 1 വന്നപ്പം അതിൻ്റെ താഴെ എന്തായി? 2 0 ആണ് വന്നത്. ഇവിടെ 1, അപ്പം അതിൻ്റെ താഴെ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇവിടെ ഓൾറെഡി 0 ആണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ഇവിടെ 1 ഇവിടെ 1, അപ്പം ഇവിടെ എന്തായിരിക്കണം? ഇവിടെയും 1 വരണം. പക്ഷെ ഇവിടെ 1 വരണ്ട. കാര്യം എന്താണെന്നറിയാം? നാലാമത്തെ റോ അല്ല സോറി മൂന്നാമത്തെ റോ നോക്കിയേ, 0 0 0 0. അവിടുത്തെ എല്ലാ എലമെന്റ്സും 0 ആണ്. അപ്പൊ അതിന് ഒരു മാറ്റവും വരുത്തണ്ട. അവിടുത്തെ എല്ലാ എലമെന്റ്സും 0 ആണ്. അപ്പൊ മൂന്നാമത്തെ റോയിന് ഒരു മാറ്റവും വരുത്തണ്ട. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 2 ആയിരുന്നെന്ന് ഓർത്തോ. ഇവിടെ 2 ആയിരുന്നെന്ന് ഓർത്തോ. ഇവിടെ 2 ആയിരുന്നെന്ന് ഓർത്തോ. ഈ 0യുടെ സ്ഥാനത്ത് 2 ആയിരുന്നെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ 1 ഇവിടെ 1
ഇവിടെ എന്ത് വരണമായിരുന്നു? 1 വരണമായിരുന്നു. ഇവിടെയും 1 വരണമായിരുന്നു. ഓക്കെ, ബട്ട് ഈ കേസിൽ എന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ ഇവിടെ എന്താണ്? എല്ലാ എലമെന്റ്സും 0 ആണ്. കണ്ട, ഇവിടെ 4 എലമെന്റ്സും 0 ആണ്. അതുകൊണ്ട് ആ റോയിന് ഒരു മാറ്റവും വരുത്തണ്ട. 4 എലമെന്റ്സും 0 ആണെങ്കിൽ അവിടെ ഒരു മാറ്റവും വരുത്തണ്ട. ഇനി ഏതെങ്കിലും ഒരു എലമെന്റ് ഇവിടെ 0 അല്ലായിരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആണ് നമ്മൾ എടുത്തത്, ഇവിടെ 2 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ഇവിടെ 1 ആക്കണമായിരുന്നു. കണ്ടാ, ഇവിടെയും 1, ഇവിടെയും 1, ഇവിടെയും 1 ആക്കണമായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാ എലമെന്റും 0 ആയതുകൊണ്ട് ഇവിടെ ഒരു മാറ്റവും വരുത്തണ്ട. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഈ മെട്രിക്സ് ആണ് നമ്മുടെ റോ എക്ലോൺ ഫോമിലുള്ള മെട്രിക്സ്. കണ്ടാ, ഈ മെട്രിക്സ് ആണ് റോ എക്ലോൺ ഫോമിലുള്ള മെട്രിക്സ്. റോ എക്ലോൺ ഫോം. സിമ്പിൾ അല്ലേ? നമ്മൾ എന്തൊക്കെ ചെയ്തു ഒന്നുകൂടി പറയാം. ഫസ്റ്റ് നമ്മൾ ചെയ്തത്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എടുത്ത് അതിവിടെ 1 ആണ്. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഒരു മാറ്റവും വരുത്തണ്ട. ഇനി നമ്മൾ അടുത്ത് നോക്കിയത് ഇവിടെ രണ്ടാമത്തെ റോയിലെ എല്ലാ എലമെന്റ്സും 0. കണ്ട, രണ്ടാമത്തെ റോയിലെ എല്ലാ എലമെന്റ്സും 0 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ റോയിനെ ഏറ്റവും താഴെ കൊണ്ടുവരണം. അതുകൊണ്ടാണ് നമ്മൾ R2 R3യും ഇന്റർചേഞ്ച് ചെയ്തത്. കണ്ട, അപ്പം നമുക്ക് എന്ത് കിട്ടി? ആ 0 എല്ലാം താഴെ വന്നു. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ട എന്താണ്? ഒന്നാമത്തെ റോയിൽ ഒന്നാമത്തെ എലമെന്റ് 1 ആണ്. അതിന് താഴത്തോട്ടുള്ള എല്ലാ എലമെന്റും 0 ആയിരിക്കണം. ഈ മെട്രിക്സിൽ എന്താണ്? 0 ആണ്. നമുക്ക് മാറ്റമൊന്നും വരുത്തേണ്ട വന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ 1 വന്നാൽ ഇവിടെയും 1 വരണം. കേട്ടോ, ഇവിടെയും 1 വരണം. ഇവിടെ 1 വന്നാൽ ഇവിടെയും 1 വരണമായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാ എലമെന്റ്സും 0 ആയതുകൊണ്ട് നമുക്ക് ആ റോയിന് ഒരു മാറ്റവും വരുത്തണ്ട. ഏതെങ്കിലും ഒരു റോയിലെ എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ അവിടെ ഒരു മാറ്റവും നമ്മൾ വരുത്തണ്ട. ഓക്കെ, അതാണ് ഞാൻ പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇവിടെ ഈ 0യുടെ സ്ഥാനത്ത് 2 ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ 2 ഉണ്ടായിരുന്നെങ്കിൽ, മനസ്സിലായില്ലേ? ഇവിടെ 2 വരണമെന്ന് നിർബന്ധമില്ല. ഒന്നില്ലെങ്കിൽ ഇവിടെ 2, അല്ലെങ്കിൽ ഇവിടെ 2 വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ഇവിടെ ഈ റോയിൽ 1 കൊണ്ടുവരണം. ഇവിടെയും 1 കണ്ട, ഇവിടെ 1, ഇവിടെ 1, ഇവിടെയും 1 വരണമായിരുന്നു. എപ്പോഴാണ്? ഒന്നില്ലെങ്കിൽ ഇവിടെ ഒരു നോൺ 0 വരണം, അല്ലെങ്കിൽ ഇവിടെ ഒരു നോൺ 0 വരണം. ഓക്കെ അല്ലേ? ഇവിടെ ഇപ്പൊ 2 ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ 1 ആക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ 2 ആയിരുന്നെങ്കിൽ എന്താണ്? ഇവിടെ നമ്മൾ 1 ആക്കണമായിരുന്നു. കണ്ട, അതാണ് കണ്ടീഷൻ. ഇവിടെ ഇപ്പൊ എല്ലാം 0 ആയതുകൊണ്ട് നമുക്കൊരു മാറ്റവും വരുത്തണ്ട. അപ്പൊ അതുകൊണ്ടാണ് ഇത് റോ എക്ലോൺ ഫോം. ഇപ്പോഴാണ് റോ എക്ലോൺ ഫോം. ഓക്കെ അല്ലേ? ഇതാണ് റോ എക്ലോൺ ഫോം. ഇനി അടുത്തത് റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം ആക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം തൊട്ട് ആ 4 സ്റ്റെപ്പ് ഫോളോ ചെയ്യിപ്പിക്കണ്ട. ഇപ്പോൾ ഓൾറെഡി ഈ മെട്രിക്സ് എന്താണ്? ആദ്യത്തെ 3 സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ? ആദ്യത്തെ 3 സ്റ്റെപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്ത് എഴുതുന്ന മെട്രിക്സിനെയാണ് നമ്മൾ റോ എക്ലോൺ ഫോം എന്ന് പറയുന്നത്. ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ്. ഇതിപ്പോൾ റോ എക്ലോൺ ഫോമിലുള്ള മെട്രിക്സ് ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമുക്ക് റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം കണ്ടുപിടിക്കണം. റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ 4 പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യണം അല്ലെ? ആദ്യത്തെ 4 പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യണം. ഈ മെട്രിക്സിൽ ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ മെട്രിക്സിൽ ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? അടുത്ത ഒരു പ്രോപ്പർട്ടിയും കൂടെ സാറ്റിസ്ഫൈ ചെയ്ത് ഈ മെട്രിക്സിനെ മാറ്റി എഴുതിയാൽ പോരെ നമ്മുടെ റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം ആകത്തില്ലേ? ക്ലിയർ അല്ലേ? റോ എക്ലോൺ ഫോം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ മെട്രിക്സിൽ ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. ഇനി റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 പ്രോപ്പർട്ടിയാണ് വേണ്ടത് അല്ലേ? ഇതിൽ ആദ്യത്തെ 3 ഉണ്ട്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയും കൂടെ ഇതിൽ സാറ്റിസ്ഫൈ ചെയ്ത് എഴുതിയാൽ പോരെ അല്ലേ? ഇതിന് മാറ്റം വരുത്തിയാൽ നമ്മുടെ റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം ആകും. അപ്പം നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അടുത്ത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 1, ഇതിന് താഴെ 0. ഓക്കെ, ഇവിടെ 1, ഇതിന് താഴെ 0. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് മേളിലോട്ട് 0 ആക്കണം. കണ്ട, ഇവിടെ 1ന് താഴെ 0 ഉണ്ട്, ഇതിന് മേളിലും 0 വരണം. ഓക്കെ അല്ലേ? ഇവിടെ 1, ഇതിന് താഴെ 0 ആണ്, ഇതിന് മേളിലും 0 കൊണ്ടുവരണം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എലമെന്ററി റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ 1 ആണ്, അതിന് താഴെ 2ഉം 0. ഓക്കെ, അടുത്ത ലീഡിങ് 1 ഇത്.
അടുത്ത ലീഡിങ് വൺ ഇത്. അതിന് താഴെ 0 ഉണ്ട്, അതിന് മുകളിൽ എന്ത് ചെയ്യണം? 0 ആക്കണം. അപ്പോൾ ഈ രണ്ടിൻ്റെ പ്ലേസിൽ 0 കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് എലമെൻ്ററി റോ ഓപ്പറേഷൻ ചെയ്യാം. എന്ത് ചെയ്യാം നോക്കിയേ, നമുക്ക് R1നെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. R1 ചേഞ്ചസ് ടു എന്ത് ചെയ്യണം? R1 പ്ലസ് -2 R2. R1 പ്ലസ് -2 R2 ചെയ്താൽ ഇവിടെ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പം നോക്കിയേ, 1 0 ഇതെന്ത് വരും ഇവിടെ? 3 പ്ലസ് അല്ലേ, നോക്കിയേ R1 ഇവിടെ 3 ആണ്, 3 പ്ലസ് -2 ഇൻറ്റു R2 നോക്കിയേ 3 അല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് വന്നത്? 3 - 6 = -3. ഓക്കെ, അപ്പോൾ ഇവിടെ -3. ഇനി അടുത്തത് 4 പ്ലസ് -2 ഇൻറ്റു 4 അല്ലേ, എന്ത് വരും? 4 - 8 എന്ന് വരും, അത് -4. ഓക്കെ, അപ്പോൾ ഇവിടെ -4. ബാക്കി എന്താ? ചേഞ്ച് ഒന്നുമില്ല. 0 1 3 4 ഇവിടെ 0 0 0 0. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി മാറ്റമൊന്നുമില്ല. ഇവിടെ ഇനി 1 ഇല്ലല്ലോ, ഇവിടെ 1 വേണ്ട. കാരണം എന്താ? ഇവിടുത്തെ 4 എലമെൻറ്റും എന്താണ്? 0 ആണ്. അപ്പോൾ നമ്മളിവിടെ 1 കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇനി ഇവിടെ 1 ഉണ്ടായിരുന്നെങ്കിൽ ഈ 2 എലമെൻറ്റും നമ്മൾ 0 ആക്കണമായിരുന്നു. ഇവിടെ 1 ഉണ്ടായിരുന്നെങ്കിൽ ഈ 2 എലമെൻറ്റും 0 ആക്കണം. ഇവിടെ 1 ഇല്ല, കാരണം എന്താ? ഇവിടുത്തെ 4 എലമെൻറ്റും 0 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ 1 കൊണ്ടുവരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ രണ്ടും 0 ആക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെന്താണ്? ഇതിപ്പം നമ്മുടെ റിഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ആയി. റിഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്കൊന്നുകൂടി ഈ പ്രോപ്പർട്ടീസ് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ പ്രോപ്പർട്ടി നോക്കിയേ, ഇഫ് എ റോ ഡസ് നോട്ട് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് സീറോസ്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഒരു റോ ഉണ്ട്, ആ റോയിലെ എല്ലാ എലമെൻസും 0 അല്ല. ക്ലിയർ അല്ലേ? ഒരു റോ ഉണ്ട്, ആ റോയിലെ എല്ലാ എലമെൻസും 0 അല്ല. അങ്ങനാണെങ്കിൽ then the first non-zero number in the row is a 1. ആ റോയിലുള്ള ഫസ്റ്റ് നോൺ സീറോ നമ്പർ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. വി കോൾ ദിസ് ഈസ് എ ലീഡിങ് വൺ. അതിനാണ് നമ്മൾ ലീഡിങ് വൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എഴുതുവാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു റോ മാത്രമാണ് എഴുതുന്നത്, ഒരു മെട്രിക്സ് ഫുൾ എഴുതുന്നില്ല. ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് 1 0 2 1. അപ്പോൾ ഈ റോയിലെ ലീഡിങ് വൺ ഏതാണ്? ലീഡിങ് വൺ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, ഇഫ് എ റോ ഡസ് നോട്ട് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് 0. ഈ റോയിലെ എല്ലാ എലമെൻറ്റും 0 ആണോ? ഈ റോയിലെ എല്ലാ എലമെൻറ്റും 0 ആണോ? അല്ല. ഇവിടെ ഒരു എലമെൻറ്റ് 0 ഉണ്ട്, ബാക്കി 3 എലമെൻറ്റും എന്താണ്? 0 അല്ല, നോൺ സീറോ എലമെൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫസ്റ്റ് നോൺ സീറോ നമ്പർ എന്ത് വരണം? 1 വരണമെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ഫസ്റ്റ് നോൺ സീറോ നമ്പർ നോക്കിയേ, 1 അല്ലേ? ഫസ്റ്റ് നോൺ സീറോ നമ്പർ 1 അല്ലേ? അപ്പോൾ ഇതാണ് ഇതെന്താണ്? ഇതിന് പറയുന്നതാണ് ലീഡിങ് വൺ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, 0 0 0 0. ഇത് വേറൊരു റോ ആണ്. ഇവിടെ ലീഡിങ് വൺ ഉണ്ടോ? ഇവിടെ ലീഡിങ് വൺ ഇല്ല. ഇവിടെ ലീഡിങ് വൺ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഇവിടെ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇവിടുത്തെ എല്ലാ എലമെൻറ്റും 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലീഡിങ് വണ്ണിൻ്റെ ആവശ്യമില്ല. ഒന്നുകൂടെ വായിച്ചേ, ഇഫ് എ റോ ഡസ് നോട്ട് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് സീറോസ്. ഇപ്പോൾ ഒരു റോ
അവിടുത്തെ എല്ലാ എലമെന്റ്സും 0 അല്ലെങ്കിൽ എന്തായിരിക്കണം? ദെൻ ദ ഫസ്റ്റ് നോൺ സീറോ നമ്പർ ഇൻ ദ റോ ഈസ് 1. അവിടുത്തെ ഫസ്റ്റ് നോൺ സീറോ നമ്പർ 1 ആയിരിക്കണം. എല്ലാ എലമെന്റ്സും 0 അല്ലെങ്കിൽ അവിടുത്തെ ഫസ്റ്റ് നോൺ സീറോ നമ്പർ 1 ആയിരിക്കണം. ആ 1നെയാണ് ലീഡിങ് 1 എന്ന് പറയുന്നത്. ഇവിടെ ഈ റോ നോക്കിയേ, എല്ലാ എലമെന്റ്സും 0 ആണ്. കണ്ട, എല്ലാ എലമെന്റ്സും 0 ആണ്. അപ്പൊ നമ്മൾ അവിടുത്തെ ഫസ്റ്റ് നോൺ സീറോ നമ്പർ 1 ആക്കേണ്ട കാര്യമില്ല. അവിടെ ലീഡിങ് 1 കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെ ലീഡിങ് 1 ഇല്ല. ഇനി അടുത്തൊന്ന് നോക്കി ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 0 0 1 0. ഓക്കെ, ഇവിടെ നോക്കിയേ, എല്ലാ എലമെന്റ്സും 0 അല്ല. കണ്ട, ഇവിടുത്തെ 3 എലമെന്റ്സ് 0 ആണ്. അത് കുഴപ്പമില്ല. അത് ഇവിടെ 1 ഉണ്ട്. ഇത് 0 അല്ല. അപ്പൊ എല്ലാ എലമെന്റ്സും 0 അല്ല. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫസ്റ്റ് നോൺ സീറോ നമ്പർ 1 വരണം. നോക്കിയേ, ഫസ്റ്റ് നോൺ സീറോ നമ്പർ ഏതാണ്? ഫസ്റ്റ് നോൺ സീറോ നമ്പർ 1 ആണ്. ഫസ്റ്റ് നോൺ സീറോ നമ്പർ 1 ആണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ലീഡിങ് 1. ഓക്കെ അല്ലേ? ലീഡിങ് 1 എന്ന് പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ലീഡിങ് 1 എന്താണെന്നും ആ ലീഡിങ് 1 എപ്പോഴാ കൊണ്ടുവരേണ്ടതെന്നും ക്ലിയർ അല്ലേ? ലീഡിങ് 1 എപ്പോഴാ കൊണ്ടുവരേണ്ടതെന്നും ക്ലിയർ അല്ലേ? എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ അവിടെ ലീഡിങ് 1 കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇനി എല്ലാ എലമെന്റ്സും 0 അല്ലെങ്കിൽ അവിടുത്തെ ഫസ്റ്റ് നോൺ സീറോ നമ്പർ 1 ആയിരിക്കണം. ഫസ്റ്റ് നോൺ സീറോ നമ്പർ 1 ആയിരിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇഫ് there are any rows that consist entirely of 0, then they are grouped together at the bottom of the matrix. നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇഫ് there are any rows, ഏതെങ്കിലും റോസ്, ഏതെങ്കിലും ഒരു റോയോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 റോയോ, ഏതെങ്കിലും റോസ് അവിടുത്തെ എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? then they are grouped together at the bottom of the matrix. അതിനെ എവിടെ കൊണ്ടുവരണം? നമ്മൾ ആ മെട്രിക്സിന്റെ ബോട്ടം, മെട്രിക്സിന്റെ താഴെ കൊണ്ടുവരണം. എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? മെട്രിക്സിന്റെ ബോട്ടം ലെവലിൽ ഗ്രൂപ്പ് ചെയ്യണം. മെട്രിക്സിന്റെ ഏറ്റവും താഴെ കൊണ്ട് എഴുതണം. ഓക്കെ, അത് നമ്മൾ എന്താ ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കിയേ. ഇഫ് എനി 2 successive rows that do not consist entirely of 0, the leading one in the lower row occurs further to the right than the leading one in the higher row. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് തന്നെ എഴുതാം. ഇവിടെ നോക്കിയേ, 1 0 0 0 1 0 0 0 1. കണ്ട, if any 2 successive rows that do not consist entirely of zeros. ഇപ്പൊ ഏതെങ്കിലും 2 അടുത്തടുത്തുള്ള റോസ് കണ്ട, ഇവിടെ നോക്കിയേ, R1 ഇത് R2, ഇതെന്താ അടുത്തടുത്തുള്ള റോ ആണ്. ആ 2 റോയിലെ എല്ലാ എലമെന്റ്സും 0 അല്ലെങ്കിൽ ഇവിടെ നോക്കിയേ 1 0 0 എല്ലാ എലമെന്റ്സും 0 അല്ല. ഇവിടെ 0 1 0 എല്ലാ എലമെന്റ്സും 0 അല്ല. അപ്പൊ ഈ കേസിൽ എന്താണ്? ദ ലീഡിങ് 1 കണ്ട, ഇവിടുത്തെ ലീഡിങ് 1 ഇതാണ്, ഇവിടുത്തെ ലീഡിങ് 1 ഇതാണ്. അപ്പം ദ ലീഡിങ് 1 ഇൻ ദ ലോവർ റോ, ലോവർ റോയിലുള്ള ലീഡിങ് 1 നോക്കിയേ, ഇതല്ലേ ലോവർ റോയിലുള്ള ലീഡിങ് 1, ഒക്കേഴ്സ് ഫർദർ ടു ദി റൈറ്റ്. അതെന്തായിരിക്കണം? റൈറ്റിലായിരിക്കണം, വലതുവശത്തായിരിക്കണം. ദാൻ ദ ലീഡിങ് 1 ഇൻ ദി ഹയർ റോ, ഹയർ റോയിലുള്ള ലീഡിങ് 1നേക്കാൾ റൈറ്റിലായിരിക്കണം ലോവർ റോയിലുള്ള ലീഡിങ് 1. അല്ല, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത് ഇവിടെ 1 വന്നാൽ ഇവിടെ 1 വരണമെന്ന് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 വരണമെന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലേ? ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് എഴുതുന്ന മെട്രിക്സ് ആണ് അല്ലെ, ആ ഒരു ഫോമാണ് റോ എക്കലോൺ ഫോം അല്ലെ. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് ഇവിടെ 1 ഇവിടെ 1 ഇവിടെയും 1 വരണമെന്ന് പറഞ്ഞല്ലേ. കണ്ട, ലോവർ റോയിലുള്ള ലീഡിങ് 1 കണ്ട, അതിന്റെ ഹയർ റോയിലുള്ള ലീഡിങ് 1ന്റെ റൈറ്റിൽ കണ്ട, ഈ 1ന്റെ റൈറ്റിലാണ് ഈ 1 അല്ലെ, ഈ 1ന്റെ റൈറ്റിലാണ് ഈ 1. മനസ്സിലായില്ലേ? ഇപ്പൊ ഏതെങ്കിലും 2 റോ എൻറ്റയർലി 0 അല്ലെങ്കിൽ അല്ലേ, ലോവർ റോയിലുള്ള ലീഡിങ് 1 അപ്പർ റോയിലുള്ള ലീഡിങ് 1ന്റെ റൈറ്റിലായിരിക്കണം. കണ്ട, ഈ 1 ഈ 1ന്റെ റൈറ്റിലാണ്, കണ്ട, ഈ 1ന്റെ റൈറ്റിലാണ് ഈ 1, ഈ 1ന്റെ റൈറ്റിലാണ് ഈ 1. ഓക്കെ, അപ്പൊ ഈ ആദ്യത്തെ ഈ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്ത് എഴുതുന്നതാണ് റോ എക്കലോൺ ഫോം. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ നോക്കിയതാണ്. നമ്മുടെ 4ാമത്തെ പ്രോപ്പർട്ടി നോക്കിയേ.
ഈച്ച് കോളം കണ്ട നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, കോളം എടുക്കണം. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിനിൽ ചെയ്താണ്, അവസാനം നമ്മൾ കോളം പറഞ്ഞു തരുന്നത്. ദാറ്റ് കണ്ടെയ്ൻസ് എ ലീഡിങ് വൺ ഉള്ള കോളം എടുത്താൽ ഹാസ് സീറോസ് എവരിവെയർ എൽസ് ഇൻ ദാറ്റ് കോളം. ആ ലീഡിങ് വൺ അല്ലാതെ ആ കോളത്തിലെ ബാക്കി എല്ലാ എലമെന്റ്സും സീറോ ആയിരിക്കണം അല്ലേ. നമ്മളിതേ നോക്കാം, ഒരു മെട്രിക്സ് നോക്കാം. ഇപ്പം ഐഡന്റിറ്റി മെട്രിക്സ് തന്നെ എടുക്കാം. 1 0 0 0 1 0 0 0 1. ഓക്കെ, ഒന്നാമത്തെ കോളം നോക്കിയേ, ഇവിടുത്തെ ലീഡിങ് വൺ ഇതാണ്. അത് കഴിഞ്ഞുള്ള ബാക്കി രണ്ട് എലമെന്റും സീറോ ആണ്. ഇനി രണ്ടാമത്തെ കോളം, ഇവിടുത്തെ ലീഡിങ് എലമെന്റ് 1 കണ്ട, ലീഡിങ് 1 ഇത്, അതിന് മുകളിലും താഴെയും സീറോ കണ്ട. ഇവിടുത്തെ ലീഡിങ് എലമെന്റ് നോക്കിയേ, ലീഡിങ് 1 നോക്കിയേ, അതിന് മുകളിലുള്ള എലമെന്റ്സ് രണ്ടും സീറോ. അപ്പം ലീഡിങ് 1 ഒഴികെ ബാക്കി എല്ലാ എലമെന്റ്സും എന്തായിരിക്കണം, സീറോ ആയിരിക്കണം. ഓക്കെ, അപ്പം ഈ ആദ്യത്തെ 4 പ്രോപ്പർട്ടീസ് വെച്ച് എഴുതുന്ന മെട്രിക്സ് ആണ് റിഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. അല്ല, നമ്മളിപ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ആ പ്രോപ്പർട്ടി നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. അപ്പം ഇതാണ് മെട്രിക്സ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണ്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് നോക്കുക. അത് 1 വേണം. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1 ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് റോ 1 1 2 9. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് 1 ആണ് അല്ലേ, പ്രശ്നമൊന്നുമില്ല. കണ്ട, 1 ഫസ്റ്റ് എലമെന്റ് 1, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു റോ അതിലെ ഫുൾ എലമെന്റ്സ് സീറോ വരുന്നുണ്ടാകും നോക്കുക. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ റോയില് അല്ലേ എല്ലാ എലമെന്റ്സും സീറോ അല്ല. ഇവിടെ രണ്ടാമത്തെ റോയിലെ എല്ലാ എലമെന്റ്സും സീറോ അല്ല. ഇവിടെ മൂന്നാമത്തെ റോയിലെ എല്ലാ എലമെന്റ്സും സീറോ അല്ല. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്പിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം, ഇതാണ് ലീഡിങ് 1 അല്ലേ, ഇതാണ് ഇവിടുത്തെ ലീഡിങ് 1. നമ്മൾ നോക്കിയല്ലോ ലീഡിങ് 1 എന്താണെന്ന്. ഫസ്റ്റ് റോയിലെ ലീഡിങ് 1 ഇതാണ്. അപ്പോൾ ആ ലീഡിങ് 1ന് താഴത്തോട്ടുള്ള എലമെന്റ്സ് എന്തായിരിക്കണം, സീറോ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ സീറോ കൊണ്ടുവരണം, ഇവിടെയും സീറോ കൊണ്ടുവരണം അല്ലേ. R2 ചേഞ്ച് ചെയ്യണം, R3യും ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. R2 ചേഞ്ചസ് ടു R2 പ്ലസ് -2 R1. ഇത് ചെയ്താൽ എന്താകും, ഇവിടെ സീറോ വരും. ഇനി അടുത്ത നമുക്ക് R3 ചേഞ്ചസ് ടു R3 പ്ലസ് -3 R1. ഓക്കെ, അപ്പോൾ നമുക്ക് മെട്രിക്സ് എഴുതാം. 1 1 2 9. ഇവിടെ നോക്കിയേ, R2 പ്ലസ് -2 R1. ഓക്കെ, ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 0 2 -7 -17. ഇവിടെയും സീറോ വരും. 3 -11 -27. ഓക്കെ അല്ലേ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. R2 പ്ലസ് -2 R1. ഓക്കെ, ഇവിടെ 4 -2 is equal to 2. ഓക്കെ, ഇവിടെ 2 വരുന്നുണ്ട്. അടുത്തത് -3 -2 അല്ല -3 -4 is equal to -7. ഓക്കെ, -7 കറക്റ്റ് ആണ്.
അടുത്തത് 1 പ്ലസ് -2 ഇൻറ്റു 9 എന്ത് വരും? 1 - 18 ഇസ് ഈക്വൽ ടു -17. ഓക്കെ, കറക്റ്റാണ്. അടുത്തത് ഇവിടെ 0 വരും എന്തായാലും. 6 മൈനസ് 3 ഈസ് ഈക്വൽ ടു 3. ഓക്കെ, ഇവിടെ 3 വരുന്നുണ്ട്. അടുത്തത് -5 മൈനസ് 6 ഈസ് ഈക്വൽ ടു -11. ഓക്കെ, അടുത്ത എലമെൻറ്റ് -11 കിട്ടുന്നുണ്ട്. അടുത്തത് 0 മൈനസ് 27 ഈസ് ഈക്വൽ ടു -27. ഓക്കെ, അപ്പോൾ ഇതാണ് വരുന്നത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഇവിടെ 1, ഇത് ലീഡിങ് 1 അല്ലേ? ഇനി അടുത്ത ലീഡിങ് 1 അതിവിടെ വരണം. ഇവിടെയാണ് അടുത്ത ലീഡിങ് 1 വരേണ്ടത്. ഇവിടെ അല്ലേ 1 വരേണ്ടത്? ഇവിടെ 1 വന്നാൽ ഇവിടെ 1 വരണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് R2 ചേഞ്ചസ് 2. ഇവിടെ 1 വരണമെങ്കിൽ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ R2നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. R2/2. ഓക്കെ, അപ്പോൾ എന്ത് വരും? മെട്രിക്സ് 1 1 2 9 0 1 -7/2 -17/2. ഓക്കെ അല്ലേ? ഇവിടെ 0 3 -11 -27. ഓക്കെ, അപ്പോൾ ഇവിടെ 1 കിട്ടി. ഇനി എന്താണ്? ഇനി ഇവിടെ 0 വരണം അല്ലേ? ഇവിടെ 0 വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് R3 ചേഞ്ചസ് ടു R3 പ്ലസ് -3R2. R3 പ്ലസ് -3R2 ചെയ്താൽ മതി. ഓക്കെ, R3 പ്ലസ് -3R2 ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ 0 വന്നോളും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ചെയ്യുക. നമ്മൾ എന്താണ് കഴിഞ്ഞ പാർട്ടുകളിലായിട്ടൊക്കെ എലമെൻ്ററി റോ ഓപ്പറേഷൻ ചെയ്യുന്നതൊക്കെ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുക. അപ്പോൾ മെട്രിക്സ് വരുന്നത് 1 1 2 9 0 1 -7/2 -17/2. ഓക്കെ, R3 ചേഞ്ച് ചെയ്ത് അവിടെ വരാൻ പോകുന്നത് നോക്കിക്കോണേ. 0 -1/2 -3/2. ഓക്കെ, അപ്പോൾ ഇവിടെ 0 കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇവിടുത്തെ ലീഡിങ് 1 കണ്ട, ഇവിടെ ലീഡിങ് 1, അപ്പോൾ ഇവിടെയും ലീഡിങ് 1 അല്ലേ? ഇവിടെ 1 വരണം. -1/2ൻ്റെ പ്ലേസിൽ 1 വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് R3യെ വീണ്ടും ചേഞ്ച് ചെയ്യാം. അപ്പോൾ നോക്കിക്കോണേ, ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത് R3 ചേഞ്ചസ് ടു കണ്ട, -1/2നെ നമ്മളൊരു -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 1 വരും. അപ്പോൾ നമ്മൾ R3യെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -2 R3. ഓക്കെ, R3യെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -2 R3. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ട, ഈ റോയിലെ എല്ലാ എലമെൻറ്റ്സിനും എന്ത് ചെയ്യുക? -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സിമ്പിൾ. അപ്പം ഇവിടെ 1 1 2 9 മാറ്റമൊന്നുമില്ല. 0 1 -7/2 -17/2. ഇവിടെ 0 0 കണ്ട, -1/2നെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.
ഇവിടെ വരുന്നത് 3. ഓക്കെ, അപ്പം നമ്മുടെ നമ്മുടെ റോ എക്കലോൺ ഫോം കിട്ടി. റോ എക്കലോൺ ഫോം ഉണ്ട്. ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഈ മെട്രിക്സിൽ എന്താണ് ആദ്യത്തെ 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് റോ എക്കലോൺ ഫോം. ഓക്കെ, ഇനി അടുത്തത് റിഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം. അപ്പോൾ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. കണ്ട, ലീഡിങ് 1, ഇവിടെ ലീഡിങ് 1, ഇവിടെയും ലീഡിങ് 1. ഓക്കെ, അപ്പോൾ ഈ ലീഡിങ് 1ൻ്റെ താഴെയുള്ള 2 എലമെൻറ്റ്സും 0 ആണ്. ഇനി ഇവിടുത്തെ ലീഡിങ് 1, അതിൻ്റെ താഴെയുള്ള എലമെൻറ്റ് 0. ഇനി എന്ത് ചെയ്യണം? മേളിലുള്ള എലമെൻറ്റും 0 ആക്കണം. ആക്കണം. ഇവിടെ 1, ഇതിൻ്റെ താഴെ 0 ഉണ്ട്, അപ്പോൾ ഇവിടെയും 0 കൊണ്ടുവരണം. ഇനി അടുത്തത് ഇവിടെ 1 ഉണ്ട്, ഇവിടെയും 0 ആക്കണം, ഇവിടെയും 0 ആക്കണം. കണ്ടോ? അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമുക്കിത് ഇവിടെ 0 കൊണ്ടുവരാം, ഇവിടെ 0 കൊണ്ടുവരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത് R1 changes to R1 minus R2. R1 minus R2 ചെയ്യുക. കണ്ട, R1 changes to R1 minus R2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഞാൻ എഴുതാവേ. ഓക്കെ, ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് ചെയ്യാം. R1 minus R2 നോക്കിയേ. 1 minus 0 1, 1 minus 1 0. കണ്ട, അത് ഇവിടെ 0 കിട്ടി. അടുത്ത 2 minus 7/2, അത് ചെയ്യുമ്പോൾ നമുക്ക് 11/2 എന്ന് കിട്ടും. ഇനി 9, ഇവിടെ നിന്നാണ് 2 minus 7/2 ആയിരുന്നു. അത് 2 plus 7/2 എന്ന് വരും, അത് 11/2 ആണ്. ഇവിടെ എന്ത് വരും? അതുപോലെ 9 plus 17/2 എന്ന് വരും, അത് ചെയ്യുമ്പോൾ 35/2 എന്ന് കിട്ടും. ഓക്കെ, ബാക്കി മാറ്റമൊന്നുമില്ല. 0 1 minus 7/2 minus 17/2. ഇവിടെ 0 0 1 3. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇനി ഇവിടെയും 0 കൊണ്ടുവരണം, ഇവിടെയും 0 കൊണ്ടുവരണം. ക്ലിയർ അല്ലേ? ഇവിടെയും 0 കൊണ്ടുവരണം, ഇവിടെയും 0 കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാം? ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് R1 ചേഞ്ച് ചെയ്യാം. R1 ചേഞ്ചസ് ടു, ഇവിടെ 0 കൊണ്ടുവരണം അല്ലേ? ഇവിടെ 0 കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 11/2, അതിൻ്റെ കൂടെ എന്താണ്? ഒരു minus 11/2 ആഡ് ചെയ്താൽ പോരെ? 11/2ൻ്റെ കൂടെ minus 11/2 ആഡ് ചെയ്താൽ ഇവിടെ 0 കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിക്കോണേ. R1 ചേഞ്ചസ് ടു R1 മൈനസ്, കണ്ട ഇവിടെ 1 ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു minus 11/2 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ R1 മൈനസ് 11/2 R3. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യുക? ആ എലമെൻ്ററി ഓപ്പറേഷൻ നിങ്ങൾ പഠിക്കുക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞ പാർട്ടിൽ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം R1 ചേഞ്ചസ് ടു R1 മൈനസ് 11/2 R3 ചെയ്താൽ നമുക്കിവിടെ 0 കിട്ടും. ഇനി അടുത്തത് ഇവിടെ 0 കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് R2 ചേഞ്ചസ് ടു R2 മൈനസ്, കണ്ട ഇവിടെ എന്താണ്? R2 മൈനസ്, അപ്പോൾ ഇവിടെ minus 7/2 ആണ്, അപ്പോൾ നമ്മളിവിടെ പ്ലസ് കൊണ്ടുവരണം. ഇവിടെ 11/2 ആയിരുന്നപ്പം ഇവിടെ മൈനസ്, ഇവിടെ minus 7/2, അപ്പോൾ ഇവിടെ പ്ലസ് 7/2 R3 ചെയ്യുക. R2 പ്ലസ് 7/2 R3. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഒന്നാമത്തെ റോ ചേഞ്ച് ചെയ്തിട്ട് 1 0 0 1. രണ്ടാമത്തെ റോ എങ്ങനെ വരും? രണ്ടാമത്തെ റോ 0 1 0 2. മൂന്നാമത്തെ റോ ഇതുപോലെ തന്നെ 0 0 1 3. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇത് നമ്മുടെ റിഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം, റിഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം. ഓക്കെ അല്ലേ?